ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നല്ലോണം പഴുത്തിട്ട് തോലൊക്കെ കറുത്തു പോയിട്ടുള്ള നേന്ത്രപ്പഴം വെച്ച് വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു നേന്ത്രപ്പഴമാണ് കേട്ടോ എടുക്കുന്നത്. അപ്പം നേന്ത്രപ്പഴം നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് തിളച്ച് വരുന്നപ്പോൾ നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുന്ന സ്റ്റാൻഡില്ലേ, ഇതിനു മുമ്പ് ഞാൻ ഈ സ്റ്റാൻഡ് കാണിച്ചിട്ടുണ്ട്. ഈ സ്റ്റാൻഡ് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു നേന്ത്രപ്പഴം കട്ടാക്കിയിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. നല്ല പഴുത്ത നേന്ത്രപ്പഴം ആയതുകൊണ്ട് തന്നെ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടും. ഇതിൻ്റെ ഉള്ളിക്കൂടെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്, പെട്ടെന്ന് തന്നെ ആകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ല പഴുത്ത പഴം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആയി കിട്ടിക്കോളും. അപ്പോൾ ഇത് ഇവിടെ വേകുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് ശർക്കരയൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ 2 കട്ട ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ. 2 ക്യൂബ് ശർക്കര എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് മെൽറ്റായി കിട്ടിക്കോളും. ഇപ്പോൾ ഇവിടെ ശർക്കരയൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ഭാഗത്തേക്ക് ഇറക്കി വെക്കാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുതേ. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ നേന്ത്രപ്പഴവും ആ സമയം കൊണ്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്, വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ നേന്ത്രപ്പഴം നമുക്കൊരു പാത്രത്തിലേക്ക് എടുത്തു മാറ്റാം. ഫ്ലെയിം അങ്ങോട്ട് ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് നേന്ത്രപ്പഴം കുക്കായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് 250 ml കപ്പിൽ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 2 പിഞ്ച് ഉപ്പാണ് എടുത്തിട്ടുള്ളത്, അത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഒരു കളറിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. കളർ വേണ്ടാന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി അവോയ്ഡ് ചെയ്യാവുന്നതുമാണ്. ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതൊന്ന് കലക്കിയെടുക്കണം. 250 ml കപ്പിൽ 1 കപ്പ് മൈദ എടുത്തപ്പം 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി കലക്കിയിട്ട് ആവശ്യത്തിന് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നമുക്കൊന്ന് കലക്കിയെടുത്താൽ മതി. ഒരുപാട് വെള്ളം ഒഴിച്ച് നമ്മൾ കലക്കി കഴിഞ്ഞാൽ ഒരുപാട് ലൂസായി പോയാൽ വീണ്ടും നമ്മൾ എന്താ പറയുക മൈദ ചേർത്ത് കൊടുക്കേണ്ടതായിട്ട് വരും കേട്ടോ. അതുകൊണ്ടാണ് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചത്. ഇപ്പോൾ 1 കപ്പ് വെള്ളം ഫുള്ളായിട്ട് ഒഴിച്ചിട്ടുണ്ട്. അത് മതിയാവില്ല, നമുക്കൊരല്പം കൂടി വെള്ളം ആവശ്യമാണ്. അപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം എടുക്കാം. അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മാത്രമാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. മിക്സാക്കി നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. ഏകദേശം ഈ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഒരു ഇഡ്ഡലി മാവിൻ്റെ കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഒരുപാട് ലൂസായും പോകരുത്, എന്നാൽ ഒരുപാട് കട്ടയായിട്ടും പോകരുത്. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ കലക്കിയെടുക്കാനായിട്ട്. ഒരുപാട് ലൂസാകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കുറച്ച് കട്ടയായാൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കിയെടുക്കാമല്ലോ. അപ്പോൾ ഇതാ അതിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു പാൻ എടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് നേരത്തെ മെൽറ്റാക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ശർക്കര പാനി തിളച്ച് വരുമ്പോൾ ഒരു 1/2 ടീസ്പൂണായിട്ട് ഏലക്കപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏലക്കയുടെ പൊടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 2 ഏലക്ക ഒന്ന് ചതക്കി ചേർത്ത് കൊടുത്താലും മതിയാകും. ഇനി ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് തേങ്ങ, ഫ്രഷ് ആയിട്ട് ചിരകി എടുത്തിട്ടുള്ള തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. തേങ്ങ ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഇപ്പോൾ തേങ്ങയുടെ അളവ് കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ഞാൻ 250 ml കപ്പിൽ 1/4 കപ്പ് ചെറുപയർ എടുത്തിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. വേവിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അധികം വെള്ളം ഒന്നും ഇല്ലാതെ വേണം വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഒരു 1/4 കപ്പ് ചെറുപയറിലേക്ക് ഞാനൊരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് വേവിച്ചെടുത്തത്. വെന്ത് വന്നപ്പോൾ തീരെ വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതേപോലെ നന്നായിട്ട് ചെറുപയർ വെന്തും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കരുത് ചെറുപയർ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ചെറുപയറും തേങ്ങയും ശർക്കരയൊക്കെ പാടെ അവിടെ കിടന്നൊന്ന് എന്തായി ഒന്ന് മിക്സായി വരട്ടെ. ശർക്കര പാനി ഒക്കെ ആ ചെറുപയറൊക്കെ ഒന്ന് വലിച്ചു കുടിച്ച് ഒന്ന് നല്ല ശർക്കര പാനിയൊക്കെ വറ്റി റെഡിയായി വരണം കേട്ടോ. അപ്പോൾ അതൊരു മീഡിയം ഫ്ലെയിമിലാക്കി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നേന്ത്രപ്പഴത്തിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് കട്ടാക്കി എടുക്കാം. 2 നേന്ത്രപ്പഴവും ഇതുപോലെ കട്ടാക്കി എടുക്കുക. 2 കഷ്ണം, 2 എണ്ണമല്ല, 2 കഷ്ണം നേന്ത്രപ്പഴവും ഇതുപോലെ ഒന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഷേപ്പൊന്നും വേണ്ട ആവശ്യമില്ല കേട്ടോ, ഇത് നമുക്ക് ഉടച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതാ ഇവിടെ നമ്മുടെ ശർക്കര പാനിയൊക്കെ വറ്റി ചെറുപയറിലേക്ക് തേങ്ങയിലേക്ക് നന്നായിട്ട് ആ മധുരമൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മളിവിടെ പുഴുങ്ങിയെടുത്തിട്ടുള്ള നമ്മുടെ നേന്ത്രപ്പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
നേന്ത്രപ്പഴം ചേർത്തിട്ട് നന്നായിട്ട്, ഇപ്പം ഞാൻ ഏറ്റവും ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. ഈ നേന്ത്രപ്പഴം ചെറുപയറിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടും. നല്ല വെന്തിട്ടുള്ള നല്ല പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴമാണ്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടിക്കോളും. ഞാനിപ്പോൾ 2 ഉണ്ട ശർക്കര എടുത്തത് ഈ ഒരു അളവിൽ കറക്റ്റ് മധുരം പാകമാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് തോന മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 2.5 ശർക്കര വരെ എടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതേപോലെ നന്നായി ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫാക്കാം. ഇത് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ചട്ടിയിൽ കുറച്ച് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണയും യൂസ് ആക്കാവുന്നതാണ്. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടായി വരട്ടെ. ആ സമയം കൊണ്ട് നമ്മുടെ ചെറുപയറും പഴമൊക്കെ നന്നായി ചൂടാറിയിട്ടുണ്ട്. കുഞ്ഞു ചൂടുണ്ട്, ഒരു ചെറിയൊരു ചൂടുണ്ട്. അത് കുഴപ്പമൊന്നുമില്ല. കയ്യിലെടുത്ത് ഉരുട്ടാൻ പറ്റിയ പരുവത്തിൽ ചൂടാണെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഒരു ബോൾ പോലെ ഉരുട്ടിയെടുക്കുക. എന്നിട്ട് നമ്മളിവിടെ കലക്കി വെച്ചിട്ടുള്ള മൈദയിൽ ഇതുപോലെ ഒന്ന് മുക്കിയതിന് ശേഷം എണ്ണ ചൂടായി വരുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണ ചൂടാക്കരുത്, പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ഒരു വൈഡായിട്ടുള്ള പാത്രത്തിലാണെങ്കിൽ നമുക്ക് കുറേ എണ്ണം ഒരുമിച്ച് ഇടാൻ പറ്റും. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കുഴിവുള്ള ഒരു ചീനച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു 3 4 ഒക്കെ തന്നെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആവശ്യത്തിനുള്ള നിങ്ങൾക്ക് എത്ര വലിപ്പം വേണം അതിനനുസരിച്ചിട്ട് ചെറുപയറും നേന്ത്രപ്പഴത്തിൻ്റെയൊക്കെ ആ മിക്സിൽ നിന്ന് ഉരുട്ടിയെടുത്തിട്ട് മാവിൽ മുക്കിയിട്ട് ഇങ്ങനെയൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പം നേന്ത്രപ്പഴമൊക്കെ ചേർത്തിട്ടുള്ള ഒരു സുഗ്യനാണ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നേന്ത്രപ്പഴമൊക്കെ ചേർത്ത് നിങ്ങൾ ഇതുവരെ സുഗ്യൻ ഇങ്ങനെ റെഡിയാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് റെഡിയാക്കി നോക്കുകൊണ്ടു അഭിപ്രായം അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിന് സുഗ്യൻ എന്ന് പറയും കേട്ടോ. അപ്പോൾ ഓരോ നാട്ടിൽ എന്താ പറയുകയെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങളെയൊക്കെ നാട്ടിൽ ഇതിന് എന്താ പറയണതെന്നുള്ളത് തീർച്ചയായിട്ടും അഭിപ്രായം അറിയിക്കണം കേട്ടോ. അപ്പോൾ അത് ആദ്യത്തെ ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. അങ്ങനെ ഞാൻ അതേ മുഴുവൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പഴയകാല വിഭവമാണ്. അത് നമ്മൾ നേന്ത്രപ്പഴമൊക്കെ ചേർത്ത് കുറച്ച് വെറൈറ്റി ആക്കി എടുത്തു. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം അറിയിക്കുക, ലൈക്കും ചെയ്യാം കേട്ടോ. എല്ലാവർക്കും എപ്പോഴും ഒരുപോലെ ഇഷ്ടമാവുന്ന ഒരു ഐറ്റമാണ്. ചൂട് ചായക്കൊപ്പൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്തുന്നതായിരിക്കും. എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.